ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പിന്നെയും ജോലിക്ക് പോവുകയാണ്. ഒരു ദിവസം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ കംപ്ലീറ്റ് റെസ്റ്റ് ഡേ ആയിരുന്നു, ഫോൺ തൊട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇന്നലെ ഫുൾ റെസ്റ്റ് എടുത്ത് എന്നെ തന്നെ ഹാപ്പിയാക്കാൻ വേണ്ടി പുതിയ ജോഡി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മേടിച്ച് ഇന്നിപ്പോൾ ജോലിക്ക് പോകുന്നു. ഇന്നലെ മൊത്തം റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതുകൊണ്ട് ഇന്ന് ഫുള്ളി എനർജി പാക്ഡ് ആണ്. നേരെ ജോലിക്ക് പോകാം. ഇന്ന് മറ്റവനുണ്ട്, അപ്പോൾ എനിക്ക് വലിയ പണിയൊന്നുമില്ല. എൻ്റെ ടീം മൊത്തം വരുന്നുണ്ട്, വലിയ പണികളൊന്നുമില്ല. കുറേ മടക്കാനുണ്ട്, തിരിച്ചു വരാം 8 മണിക്കൂർ കഴിയുമ്പോൾ. അത്രയും ലഘൂകരിക്കപ്പെട്ട ദിവസമാണ് ഇന്ന്. വേറൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷയാണല്ലോ എപ്പോഴും മെയിൻ സാധനം. നേരെ ജോലിയിലേക്ക് നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ എത്തിക്കഴിഞ്ഞ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ, ചെറിയ വിലയ്ക്കൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ എല്ലാവരും ഇപ്പോൾ പോയി മേടിച്ചോ. ഒടുക്കത്തെ ഡിസ്കൗണ്ടാണ് എല്ലായിടത്തും. എനിക്ക് തോന്നണില്ല ഇനി അടുത്ത മാസം കാണുമെന്ന്. അപ്പോൾ എല്ലാവരും പോയി മേടിച്ചു. റിസർവ്ഡിലാവട്ടെ, ന്യൂയോർക്ക് വേഴ്സിലാവട്ടെ, H&Mലാവട്ടെ, ക്രോപ്പിലാവട്ടെ, ഹൗസിലാവട്ടെ, സാറയിലാവട്ടെ, എല്ലായിടത്തും ഓഫർ പെരുമഴയാണ്. കയറിക്കോ, വാങ്ങിക്കോ. പോകുമ്പോൾ ഏറ്റവും വലിയ മോളിൽ പോവുക. ചെറുതിൽ അത്ര ആർഭാടായിട്ട് കളക്ഷൻസ് കാണില്ല നമ്മുടെ സൈസിനുള്ളത്. പക്ഷെ വലിയ മോളുകളിൽ പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വലിയ കടകളായിരിക്കും ഓരോന്ന്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ ഡിസ്കൗണ്ടും കാണും. അപ്പോൾ പോവുക, മേടിക്കുക, സമ്മറിനെ യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഓഫർ നോക്കി ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഓഫർ വരുമ്പോൾ നമ്മൾ പോയി മേടിക്കുന്നത്. ഞാൻ ഇന്നലെ പോയി മേടിച്ച ഡ്രസ്സാണിത്. ഈ ടോപ്പിന് 20 സ്ലോട്ട് കൊടുത്തു, പാൻറ്റിന് 30 സ്ലോട്ട് കൊടുത്തു. ഇതിന് ആക്ച്വൽ പ്രൈസ് എത്രയായിരിക്കും നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റിസർവ്ഡിൽ നിന്ന് എടുത്തതാണ്. 20 സ്ലോട്ടിൽ എന്ന് പറയുമ്പോൾ 400 രൂപയുടെ ടീഷർട്ടും 400 സംതിങ് വരും. 23 കണ്ടാണ്. പാൻറ്റ് 3 എന്ന് പറയുമ്പോൾ 3 600 രൂപയുടെ. ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം നാട്ടിൽ കിട്ടും. അപ്പോൾ ഓഫർ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. ഇന്നിപ്പോൾ യുദ്ധ പരിപാടികളൊന്നുമില്ല. നമ്മൾ കാലത്ത് വന്നു, കാലത്ത് മടക്കൽ തുടങ്ങി. ഇത്രയും നേരം മടക്കിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ മടക്കിയില്ല, ഞാൻ വെറുതെ ഇരുന്നു. എന്നാലും അപ്പം ഞാനുണ്ട്, ഡോക്ടർ ചേട്ടനുണ്ട്. ഡോക്ടർ ചേട്ടൻ്റെ കെട്ടിയോട് പുള്ളിക്കാരൻ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ. സൂപ്പ്, പിന്നെ ഗ്രില്ലായിട്ട് വേറൊരു ചിക്കൻ ഉണ്ടായിരുന്നു, അത് പകുതി ഞാനും കഴിച്ചു. ഞാൻ കോഴിക്കറിയും ചോറായിരുന്നു കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ മറ്റേ മാനേജർ ഏട്ടൻ ഇവിടെ ഉണ്ട്, കബാബ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതേ കണ്ടോ, ഇവിടെ ബാക്കി 2 ആൾക്കാരുണ്ട്, അവരും എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവരെന്താ കഴിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരാൾ റൈസ്, 2 ആളും റൈസും കറിയും നമ്മുടെ പോലെ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇനിയൊന്നുമില്ല, ഫുഡ് കഴിക്കുന്നു. നമ്മൾ പിന്നെയും പാക്ക് ചെയ്യാൻ പോകുന്നു. പാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പോകുന്നു. ഇന്നത്തെ ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. പാക്കിംഗ് തന്നെ പാക്കിംഗ്, വേറെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്ഷീണവുമില്ല. ഇനി തിരിച്ചു പോയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ നോക്കണം. നമുക്ക് പുതിയൊരു റൂമും കൂടി റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ആ റൂമിൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് കൂടെ ഉള്ളവരവിടെ പാക്കി, ഞാൻ ആ സൈഡിൽ പോയി കിടന്നുറങ്ങി. നല്ല രസമായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഇനി തിരിച്ചു പോയിട്ട് ബാക്കി പരിപാടി ഫുഡ് ഉണ്ടാക്കണം, ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതില്ലാതെ വേറെ പരിപാടികളൊന്നും ഇന്നത്തേക്കിനി ഇല്ല. ഇടയ്ക്ക് വെച്ച് മനസ്സ് മാറി ബിദ്രോങ്കെ പോകാമെന്ന് വെച്ചു. എന്തുകൊണ്ട് ബിദ്രോങ്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ ചെന്നപ്പോൾ പാലിന് ഓഫർ ഉണ്ടായിരുന്നു. 4 സ്ലോട്ടി യൂഷ്വലി കാണിക്കുന്ന പാലിന് 1 സ്ലോട്ടി പെർ കുപ്പി. അപ്പോൾ 6 ലിറ്റർ എടുക്കുകയാണെങ്കിലാണ് ഈ ഓഫർ കിട്ടുക. ഇന്നലെ ഓൾറെഡി നമ്മൾ ആവശ്യത്തിന് സാധനം എടുത്തായിരുന്നു. ഇന്നലെ വ്ളോഗ് ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇന്നലെ എടുത്ത സാധനമൊന്നും നിങ്ങൾക്ക് കാണാനും പറ്റില്ല. അപ്പോൾ ഇന്നലെ അത് മേടിച്ചില്ല. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ബിദ്രോങ്കെ പോയിട്ട് ഈ പറയുന്ന പാല് മേടിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പാലാവുമല്ലോ. ഇപ്പോൾ ഈ 6 ലിറ്റർ മേടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഒരു 3-4 മാസത്തേക്കുള്ള പാലാവും. അപ്പോൾ പാല് മേടിക്കുക, പിന്നെ എന്തെങ്കിലും പുതിയത് വന്നിട്ടുണ്ടെങ്കിൽ അതും മേടിക്കുക അല്ലേ. ടോട്ടലി മേടിക്കാമെന്ന് തോന്നുന്നു. പിന്നെന്താ, ഒന്നുമില്ല. ബിദ്രോങ്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിര സ്ഥലമാണ്. ക്യാവുഷനിലേക്ക് പോകണമെന്നുണ്ട്, പക്ഷെ സമയത്തിൻ്റെ ഒരു സമ്മർദ്ദം പ്ലസ് മഴക്കാർ. ഏത് നിമിഷം വേണമെങ്കിലും മഴ കർശനമായി പെയ്യാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് അവർ പാലിനെ കാണിച്ചിട്ടില്ല, പക്ഷെ പാലാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. ബാസ്ക്കറ്റ് എടുക്കുക, ഉള്ളിക്കയറ, തപ്പ. ഓഫറുള്ള എല്ലാ സാധനവും ഞാൻ എടുക്കാനുള്ള പ്ലാനാണ്. പാല് മേടിക്കാനേ കയറിയ. ഇന്നലെ ഇല്ലായിരുന്നു ഉരുളൻകിഴങ്ങ്, ഇന്നുണ്ട്. 1.49, നല്ല പ്രൈസ് കുറവാണ്. അപ്പോൾ ഞാനൊരു 2 കിലോ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു 1.5 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു 3 കിലോയ്ക്ക് അടുത്ത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 1 കിലോയ്ക്ക് അടുത്ത് സവോള എടുത്തിട്ടുണ്ട്. എന്താ അല്ലേ,
നെക്ടർ ഫ്രൂട്ട് എടുക്കണമെന്നുണ്ട്, പക്ഷേ അത് അനാവശ്യ ചിലവാണ്. പാലാണ് എനിക്ക് എടുക്കേണ്ടത്. എടുക്കാൻ പറ്റുമെന്ന് ഇപ്പം എനിക്കറിയാൻ പാടില്ല. കാരണം കടയിൽ കയറി നമ്മൾ തുടങ്ങിയാൽ എടുത്തങ്ങോട്ട് തുടങ്ങിയാൽ ചറവറ എന്ന് പറഞ്ഞ സാധനം എടുക്കും. എന്താ അല്ലേ, ഓരോ പെട്ട് സ്വഭാവങ്ങൾ. പക്ഷെ ആവശ്യമുള്ളത് എടുക്കണത് അതുകൊണ്ട് മാത്രം കുഴപ്പമില്ല. ചവറ് സാധനങ്ങൾ പോയി എടുക്കുന്നില്ലല്ലോ. ഇപ്പോൾ ടോർട്ടിൽ എടുത്തിട്ടുണ്ട്. ടോർട്ടിലേക്ക് 4.95. ഈ സാധനങ്ങളൊന്നും കേടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ധൈര്യത്തിൽ അങ്ങോട്ട് എടുക്കണേ. പരിപ്പ് എടുക്കണം, അത്യാവശ്യമുള്ള സാധനമാണ്. സാമ്പാർ ഉണ്ടാക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് പരിപ്പ് വേണം. അപ്പോൾ അതെടുത്തു. ഈ ചിക്കൻ ഞാൻ എടുത്താണ്, പക്ഷെ ഇന്നലെ ഓൾറെഡി ഞാനൊരു 4 കിലോ എടുത്തു, 4.99 വെച്ചിട്ട്. അതുകൊണ്ട് ഇന്ന് ചിക്കൻ്റെ ആവശ്യം ഇല്ല. ഇത്രയും സാധനങ്ങൾ എടുത്തു. ബിയറൊന്നും ഞാൻ മേടിക്കുന്നില്ല വെറുതെ. പാലാണ് നമുക്ക് വേണ്ടത്. ഈ പാലല്ല, ഈ പാലിന് ഓഫർ ഇല്ല. ഓഫറുള്ള പാൽ ഇവിടെ അല്ല. നമുക്ക് ആ വഴി പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തിരിച്ചു പോകണം കേട്ടോ. അവിടെ ആളപായം കൂടുതലാണ്. നമുക്ക് ഈ വഴി പോകാം. ബിയറിൻ്റെ ഇടയിലൂടെ പോയിട്ട് പാല് ഇവിടെ ഇല്ല, ഉള്ളിടത്തേക്ക് പോകാം. പാലെവിടെയാ? അതെ, ഇതാണ് പാൽ ഓഫറുള്ളത്. 6 ലിറ്റർ 1.79 വെച്ചിട്ട് 6 കുപ്പി എടുക്കുകയാണെങ്കിൽ ഓരോന്നിനും 1.79 വെച്ചിട്ട് 6 ലിറ്റർ. ഇത് ഞാൻ ചുവന്നുകൊണ്ട് പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. ആദ്യം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കട്ടെ, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ. എടുക്കണോ വേണ്ടയോ ആലോചിക്കട്ടെ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിന് 32 സ്ലോട്ടിയായി. ആക്ച്വൽ പ്രൈസ് 55, ഡിസ്കൗണ്ട് 23. ഇത്രയൊക്കെ പൊട്ടി, ഇത്രയൊക്കെ കൊടുത്തു. അപ്പം ഞാൻ പോട്ടെ. ഒരാവശ്യമില്ലായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നുണ്ട്. എന്താണെന്നല്ലേ, ഈ പാല് മേടിച്ചുകൊണ്ട് പോക്ക്. ഒരു 10 കിലോയ്ക്ക് അടുത്തുണ്ടാവും. 10 കിലോ അതിൻ്റെ അടുത്തുണ്ടാവും. പിന്നെ ബാഗിൽ നിറച്ച സാധനങ്ങൾ. അതുകൊണ്ട് തന്നെ നല്ല സുഖം. ഇന്നലെ മേടിക്കാൻ പറ്റിയില്ല. ഇന്ന് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു സാധനമായിട്ട് മേടിക്കാൻ കയറിയേ. പിന്നെ ഏതൊരു സൂപ്പർ മാർക്കറ്റിലേത് അറിയാലോ, നമ്മൾ ഒരു സാധനം മേടിക്കാൻ കയറും, പക്ഷെ ആവശ്യങ്ങൾ കൂടും. നമ്മൾ കുറേ സാധനങ്ങൾ വാരി ബാഗിലിടും. അത് തന്നെയാണ് ഇന്ന് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. കണ്ടതൊക്കെ വാരിയിട്ടു, കാശ് തെറ്റില്ലാത്ത രീതിയിൽ പൊട്ടിച്ചു. സന്തോഷം. ഇത് വെച്ച് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഒരാഴ്ച എങ്ങനെയും ചവിട്ടി നീക്കും, അല്ലെങ്കിൽ എനിക്ക് വിഷമവും. പാല് ഒരു 3-4 മാസം ഓടിക്കും കേട്ടോ. അപ്പം എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റ് ലൈഫിൻ്റെ ഓരോരോ ഭാഗങ്ങൾ. നമ്മൾ ഓഫർ നോക്കുന്നു, മേടിക്കുന്നു, കൂട്ടുന്നു. ഇതൊന്നും കേടാവാത്ത സാധനങ്ങളായതുകൊണ്ടാണ് മേടിച്ചത്. കേടാവും, പക്ഷെ എന്നാലും ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട്. അപ്പം എന്തായാലും പോട്ടെ. നല്ല ഭാരമുണ്ട്. പോയി എത്രയും വേഗം റൂമിൽ കയറ്റി വെക്കട്ടെ. പുറത്ത് ചൂടായതുകൊണ്ടേ അധികം നേരം ഇവരൊക്കെ ചൂടത്ത് നിർത്തി കഴിഞ്ഞാൽ ഷെൽഫ് ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കേടായിപ്പോ. പോട്ടെ, നല്ല വെയിറ്റ്. വന്ന് കയറി ഡ്രസ്സ് മാറി നേരെ കഴിക്കാനായിരുന്നു. ഫുഡ് ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. ഇത്രയും നേരമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ വായലോടൊക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. എത്ര വെള്ളം കുടിച്ചിട്ടും കാര്യമില്ല. ഭക്ഷണം കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചാൽ പറ്റുമായിരുന്നു, പക്ഷെ മടി കാരണം കൊണ്ടുപോയില്ല. പക്ഷേ ഫുഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഐറ്റമാണ്. ടോർട്ടില്ലയും നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയും. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, അടിപൊളിയാണ്. മാരിനേറ്റ് ചെയ്തൊരു 1/2 മണിക്കൂർ വെച്ച് ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് കുക്ക് ചെയ്ത് അവസാനം മല്ലിയതയും കൂടി ഇട്ടു. എൻ്റെ മോനെ അടിപൊളിയാണ്. വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ, സെറ്റ് പരിപാടിയാണ്. അപ്പം കഴിക്കട്ടെ. കഴിച്ചു കഴിഞ്ഞിട്ട് നാളത്തേക്കുള്ള വീഡിയോ പരിപാടികൾ നിർക്കണം. കിടന്നുറങ്ങണം, കുളിക്കണോ, ഇതിലേതെങ്കിലും ഒന്നും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം എന്നിട്ട് പറ്റിയ പഠിക്കണം. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അറിയില്ല എന്തൊക്കെയാവുമെന്ന്, എന്തായാലും കണ്ടറിയാം. പൊട്ടിയ പരീക്ഷ പാസ്സാവണം എന്നുള്ള തീവ്രമായ ആഗ്രഹമുണ്ട്. പഠിക്കാൻ ഇരുന്ന് നോക്കി അതിന് വേണ്ടിയിട്ട് എന്തോ മനസ്സിന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ തല എന്ത് ചെയ്തിട്ടും സമ്മതിക്കണില്ല, റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു എന്തായാലും ആവട്ടെ, ഇത്തിരി കൂടി റെസ്റ്റ് എടുക്കാം, സമയമുണ്ടല്ലോ. അതാണല്ലോ നമ്മളെ തന്നെ പറഞ്ഞു പറ്റിക്കുന്ന ഏറ്റവും വലുത്. നാളെ തുടങ്ങാം ആ സ്കീം തന്നെ. ഞാൻ ശ്രമിച്ചു നോക്കി, പറ്റുന്നില്ല. അധികം എന്നെ തന്നെ ഫോഴ്സ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. പയ്യെ ഇന്നിപ്പോൾ ഒന്ന് കുറച്ച് നേരം നോക്കി, പക്ഷെ ഒന്നും കയറിയിട്ടില്ല. നാളെ ഒന്നും കൂടി നോക്കി, ചിലപ്പോൾ ഒരു 3-4 ദിവസത്തിൽ ശരിയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇപ്പം മനസ്സ് പറയുന്നത് എന്തെങ്കിലും പോയി കാണാനാണ്. നേരെ ഒറ്റ മൈൻഡിൽ സിനിമയ്ക്ക് പോവാണ്. സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർമാൻ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പം ഇറങ്ങിയിട്ട് കുറച്ചായി, പോയി കാണാമെന്ന് വെച്ചു. തിയേറ്ററിൽ ഇപ്പം ഞാനും വേറെ 3-4 പേരെ ആകെ ഉള്ളൂ. എനിക്കിപ്പോൾ അങ്ങനെ സിനിമ കാണാൻ ഇഷ്ടം. ഫുൾ തിയേറ്റർ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊരു ഫീലാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേറെ ഒരു പടം കാണാൻ പോയല്ലോ, അത് ഏതായിരുന്നു, ഏതോ ഒരെണ്ണം കാണാൻ പോയി. അതേപോലെ
ഇനിയിപ്പോൾ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ ഒക്കെ ഇവിടെ കിടന്ന് കളിക്കണ്ടേ, അത് ഒറ്റ ഷോയേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ആരും ടിക്കറ്റ് ബുക്ക് ചെയ്യണില്ല. അപ്പം ഞാൻ ഒരാളൊറ്റയ്ക്കിരുന്ന് തിയേറ്ററിൽ പോയി കാണുമ്പോൾ കിട്ടുന്ന സുഖം. അപ്പം എന്തായാലും ഇന്നിപ്പോൾ സൂപ്പർമാൻ പോവാം. പോയി കണ്ടു കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ അഭിപ്രായം പറയാം. ഇനി നേരെ സിനിമയ്ക്ക് വന്നു. ഒറ്റ മൈൻഡ് പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല. എക്സ്പ്രസ് ഓറിയൻറ്റിലേക്ക് കയറിയിട്ട് അവിടെയുള്ള എല്ലാ ഫുഡും കൂടെ എടുത്തു. 50% ഡിസ്കൗണ്ട് ഉണ്ട്. ഒരു ടൈപ്പ് ചിക്കൻ വറുത്തത്, വേറെ ടൈപ്പ് ചിക്കൻ വറുത്തത്, പോർക്കിൻ്റെ പല ഐറ്റംസ്, ബീഫിൻ്റെ പല ഐറ്റംസ്, ചിക്കൻ്റെ പല പല ഐറ്റംസ്, അങ്ങനെ ഒരു ലോഡ് ഇറച്ചി മാത്രം അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. 50% ഡിസ്കൗണ്ട്. നമ്മൾ ചാറ് പറ്റിച്ച് പീസ് മാത്രം എടുക്കുന്നു, കഴിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് ഒന്നും വേണ്ട, ഫുൾ മീറ്റ് ഓൺലി. പ്രോട്ടീനും ബാക്കി ഐറ്റംസും. പക്ഷേ കൊളസ്ട്രോളൊന്നും വന്ന് ചാവല്ലേ. അമ്മ കഴിഞ്ഞ ദിവസം കൂടി ചീത്ത പറഞ്ഞുള്ളൂ ഇറച്ചി കഴിക്കൽ കുറയാൻ. ഇപ്പോൾ സിനിമയ്ക്ക് വന്നുകൊണ്ട് ഇതുമായി. ഇതെന്തായാലും കഴിക്കട്ടെ. ഇതിനകത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇവനാണ്, പോർക്കിൻ്റെ ഒരു ഐറ്റം. ഒരു ജാതി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇവരെ മുഴുവൻ കഴിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ആ പറഞ്ഞ പോർക്കിനെ തന്നെ ഞാനങ്ങ് എടുക്കുകയാണ്. അടിപൊളി. ഇതൊരു നല്ല പരിപാടിയാണ്. സ്റ്റുഡൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റിയ പരിപാടി. നിങ്ങളും നിങ്ങളുടെ വരുന്ന സ്റ്റേറ്റിൽ പോയി നോക്കിക്കോ. ഇങ്ങനെ എവിടെയെങ്കിലും 50% ഡിസ്കൗണ്ട് പിന്നെ പർട്ടിക്കുലർ ടൈമിലൊക്കെ കൊടുക്കണ്ടോ, കണ്ടുപിടിക്കുക, പോയി കഴിക്കാം. ഞാനിതെടുത്ത് തീർക്കട്ടെ. സൂപ്പർമാൻ കണ്ടിറങ്ങി. ഇപ്പോൾ സൂപ്പർ പവേഴ്സോടുകൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മോളിൽ ആകെ ഞാൻ മാത്രം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തരുണ്ട്. ഇറ്റ് ഡസൻ മാറ്റർ. സൂപ്പർമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും മോഹനത്വമുള്ള സൂപ്പർമാനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഒരു അണ്ണാനെപ്പോലും രക്ഷിക്കുന്ന നല്ലവനായ സൂപ്പർമാൻ. ഒരു ഇച്ചിരി കൂടി സ്റ്റണ്ടാകാമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. ഒരു പുതുമയുള്ള സൂപ്പർമാൻ. പൊതുവെ എല്ലാ സൂപ്പർമാനിലും ഫ്ലാഷ് ബാക്ക് ഉരുളോട് കുത്തി നിറയ്ക്കാറുണ്ട്. ഇതിലധികം ഫ്ലാഷ് ബാക്ക് കുത്തി നിറച്ചിട്ടില്ല. എന്തോ ഒരിത്തിരി ഇമോഷണലി കണക്ട് ചെയ്യാൻ ശ്രമിച്ച് കുറേ ഇൻ്റർവ്യൂവിലൂടെ അങ്ങോട്ട് തകർത്ത് വാരിയ പടം. എന്നാലും എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളും പോയി കണ്ടോ. ഇനി ഞാൻ എന്തായാലും പോട്ടെ, കുളിക്കട്ടെ, കിടന്നുറങ്ങട്ടെ, എന്നിട്ട് നാളെ ജോലിക്കും പോകട്ടെ. അപ്പം അത്രയൊക്കെ തന്നെ കാര്യങ്ങൾ. എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്, ബൈ ബൈ.